എല്ലാവർക്കും ഇൻസൈറ്റ് മിഷൻ്റെ അധ്യാപക ദിന ആശംസകൾ. ഇൻസൈറ്റ് മിഷൻ 1000-ലധികം ട്രെയിനിങ് പ്രോഗ്രാമുകൾ അധ്യാപകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ അധ്യാപകരുടെ ജീവിതത്തിലേക്ക്, അത് ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഉള്ള അധ്യാപകരുടെ ജീവിതത്തിൽ ധാരാളം ഇടപെടുകയും അവരുമായിട്ടുള്ള നല്ല സൗഹൃദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ആധുനിക ലോകത്ത് കേരളത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ഒക്കെ അധ്യാപകർ നേരിടുന്ന വിഷയങ്ങളെ ഒന്ന് ചർച്ച ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ശ്രമിക്കുന്നത്. ആധുനിക കാലത്ത് അധ്യാപനം വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊഫഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് കുട്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ടെക്നോളജിയും മറ്റും വ്യാപകമായത് ഒക്കെ അധ്യാപകരെ പലതരത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ടെക്നോളജി കൊണ്ട് അല്ലെങ്കിൽ AI കൊണ്ടൊക്കെ അധ്യാപകരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നൊക്കെയുള്ള വിചാരങ്ങളൊക്കെ ഏകദേശം കെട്ടടങ്ങിക്കഴിഞ്ഞു. കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മനുഷ്യരായ അധ്യാപകരുടെ ഇമ്പോർട്ടൻസ് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. കാരണം അധ്യാപനത്തിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നോളജ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഒരു നോളജ് ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെ ആ ഒരു ഫങ്ഷൻ ഒരു പക്ഷേ AI കൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഓൺലൈനിൻ്റെയൊക്കെ സാധ്യതകൾ കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയും. പക്ഷേ കുട്ടികളുടെ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നം നോളജ് അല്ല. നോളജിന് നമുക്ക് ഇത്തരം ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാം. കുട്ടികളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്ത്, അവരുടെ ഇമോഷണൽ ഹെൽത്ത്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ക്യാരക്ടർ, അവരുടെ വാല്യൂസ്, അവരുടെ കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് അവരെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നത്. കുട്ടികളെ ഇമോഷണലി കണക്ട് ചെയ്യാതെ, അവരെ ഡിസിപ്ലിൻഡ് ആക്കാതെ, അവരെ ഓർഗനൈസ് ചെയ്യാതെ, അവരെ ശാന്തരാക്കാതെ, അവരെ സമാധാനമുള്ളവരാക്കാതെ, അവരെ ഇഷ്ടമുള്ളവരാക്കാതെ അവരെ പഠിപ്പിക്കാൻ സാധ്യമല്ല. ഈ വെല്ലുവിളിയാണ് കാലഘട്ടം ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവിടെയാണ് അധ്യാപകരുടെ ജോലി വളരെ ടഫാകുന്നത്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് വലിയ നോളജുള്ള ഒരാളിനെ നമുക്ക് വലിയൊരു അധ്യാപകൻ എന്ന് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഈ കാലഘട്ടത്തിലെ വലിയ അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും കുട്ടിയെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ലെങ്കിൽ, നല്ലൊരു ഫൗണ്ടേഷൻ കുട്ടിയിൽ സംഭവിച്ചില്ലെങ്കിൽ അതിൻ്റെ മേളോട്ടൊരു എലിവേഷൻ സാധ്യമല്ലെന്ന് ധാരാളം പഠനങ്ങളിലൂടെ നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പം അധ്യാപനം വളരെ ശക്തമായ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ എത്ര വലിയൊരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ അധ്യാപകർക്കായിട്ട് ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകർ ഇന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയം സെറ്റപ്പിൽ പലപ്പോഴും അധ്യാപകർക്ക് മുഖമില്ല, അവർക്ക് ഒരു സ്പേസ് ഇല്ല, അവർക്കൊരു റെക്കഗ്നീഷൻ ഇല്ല, അവർക്കൊരു ക്രിയേറ്റിവിറ്റിക്കുള്ള യാതൊരു സാധ്യതയില്ല. കാരണം സിലബസ് കൊണ്ടും ലെസൺ പ്ലാൻ കൊണ്ടും വരിഞ്ഞു മുറുക്കി അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ എല്ലാം കർട്ടൈൽ ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് അത്തരം സ്കൂളുകളിലൊക്കെ നടക്കുന്നത്. പലപ്പോഴും അവിടെ വിദ്യാഭ്യാസം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റിംഗ് ഫോഴ്സസ് ആണ്. ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ കച്ചവടം നടത്തണമെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് എങ്ങനെയാണ് അധ്യാപകൻ്റെ സ്പേസ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മാർക്കറ്റിൻ്റെ അതിഭയങ്കരമായ ഒരു ചൂഷണത്തിന് ഇന്ന് അധ്യാപകർ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഗവൺമെൻറ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അമിതമായ പൊളിറ്റിക്സ്, ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഓവർ ഇൻ്റർഫിയറൻസ് കൊണ്ട് പൊളിറ്റിക്സ് കയറി വരികയാണ്. കാരണം പൊളിറ്റിക്കൽ അജണ്ടയൊക്കെ നടപ്പാക്കാനുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് സ്കൂളുകളെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊക്കെ അധ്യാപകൻ്റെ റോള് കുറയ്ക്കാനും, അവൻ്റെ ഒരു ഡിഗ്നിറ്റി ഇല്ലാതാക്കാനും, അവൻ്റെ ഒരു സ്പേസ് ഇല്ലാതാക്കാനും, അവൻ്റെ ഒരു ലീഡർഷിപ്പിനും ഒറിജിനാലിറ്റിക്കും ഒന്നും ഒരു ഇടമില്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ പലതരത്തിൽ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അതിഭീകരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അധ്യാപകൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഡിസയറബിളായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ, ആ കുട്ടി നാളെ ഉയർന്നു നിന്നില്ലെങ്കിൽ, അതുപോലുള്ള കുട്ടികൾ ഉയർന്നു നിൽക്കാതിരിക്കുന്നതിൻ്റെ ഒരു ആകത്തുകയാണ് സമൂഹത്തിൻ്റെ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഓരോ കുട്ടിയെയും ബലപ്പെടുത്തുക, നമുക്ക് നഷ്ടപ്പെടുത്താൻ ഒരു കുട്ടി പോലും ഇല്ല.
ഒരു കുട്ടിയെ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ എല്ലാ അധ്യാപകരെയും എൻകറേജ് ചെയ്തും അപ്ഡേറ്റ് ചെയ്തും അതുപോലെ തന്നെ അവരെ സ്ട്രെങ്തൻ ചെയ്തും അവരെ സപ്പോർട്ട് ചെയ്തും ഒക്കെ നിൽക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ചൈൽഡ് ലോസ് തന്നെ പിന്നെ ബാലാവകാശ നിയമങ്ങളൊക്കെ കുറച്ച് ബയസ്ഡാണ്. അധ്യാപകർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് അത് തടസ്സമാണെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊടുക്കണം. അധ്യാപകന് നിയമപരമായ പരിരക്ഷ വേണം, അധ്യാപകന് ഫ്രീഡം വേണം. അധ്യാപകനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവെല്ലാം പരിശീലനത്തോടെ പരിഹരിച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു അധ്യാപക സമൂഹത്തെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ രാജ്യം ഭാവിയിൽ ഉയർന്നു നിൽക്കുകയുള്ളൂ. ഇവിടെ പലപ്പോഴും ഈ മറ്റ് മേഖലയിലുള്ള തൊഴിലുമായിട്ട് അധ്യാപകരെ കമ്പയർ ചെയ്യാറുണ്ട്. അധ്യാപകർക്ക് ആവശ്യത്തിന് റെസ്റ്റും ആവശ്യത്തിന് ഇൻ്റലക്ച്വലായിട്ട് ലേൺ ചെയ്യാനുള്ള സമയവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരുടെ ക്വാളിറ്റി ഉയരുള്ളൂ. എങ്കിൽ മാത്രമേ ലോകത്ത് നല്ല അധ്യാപകർ ഒരു അട്രാക്റ്റീവ് പ്രൊഫഷനായിട്ട് നിന്നാലേ ആൾക്കാർ ഇതിലേക്ക് വരുള്ളൂ. വിദേശ രാജ്യത്തൊക്കെ 100 കണക്കിന് അധ്യാപകരാണ് ഈ പ്രൊഫഷൻ വിട്ടിട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് അത് സംഭവിക്കും. ഇവിടെ ഇപ്പോൾ ജനങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണ് അധ്യാപനത്തിലേക്കൊക്കെ ആൾക്കാർ വരുന്നത്. പക്ഷേ ക്വാളിറ്റിയുള്ള ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാരെ അധ്യാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അവരെ വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരികയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഗവൺമെൻറ് സെക്ടറിലൊക്കെ കുറേ അധ്യാപക സംഘടനകളും അവർക്ക് ദാസവേല ചെയ്യുന്നവരൊക്കെ അവാർഡ് വാങ്ങിക്കുന്നു. നല്ല അധ്യാപകരൊക്കെ ക്ലാസ് മുറികളിൽ ഉരുകിത്തീരുകയാണ്. നല്ല അധ്യാപകരെയൊന്നും ആരും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. നല്ല അധ്യാപകരെയൊക്കെ കണ്ടെത്താനും അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കാനും അവരെ റെക്കഗ്നൈസ് ചെയ്യാനും യാതൊരു സംവിധാനങ്ങളുമില്ല. കുറച്ച് രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാർക്കൊക്കെ അവാർഡുകളൊക്കെ കൊടുത്ത് അവർക്കൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ മോശപ്പെട്ട ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഉന്നതരായ ആൾക്കാരെ നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഇംഗ്ലീഷ് മീഡിയം സെക്ടറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഡിഗ്നിറ്റിയോടെ കൺവിക്ഷനോടെ കാഴ്ചപ്പാടോടെ ശക്തമായി നിൽക്കുന്ന ആൾക്കാർ പലയിടത്തും ഒറ്റപ്പെടും. കാരണം ആരാണോ തലപ്പത്തിരിക്കുന്നത് അവർക്ക് ഓശാന പാടുന്നവർക്ക് മാത്രമായിരിക്കും എപ്പോഴും സാധ്യതകളും വളർച്ചയും ഉണ്ടാകുക. ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ സമൂഹത്തിൽ നിലനിന്നാൽ നമ്മുടെ ഭാവി തലമുറ തകർന്നു പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ നല്ല ടാലൻറ്റിനെ അധ്യാപന രംഗത്തേക്ക് കൊണ്ടുവരികയും ആ ടാലൻറ്റുകളെ വളരെ പോസിറ്റീവായിട്ടും വളരെ എൻകറേജ്ഡായിട്ടും നിലനിർത്തുകയും അവരായിരിക്കണം സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിലേക്ക് മറ്റുള്ളവരെയും കൂടെ കൊണ്ടുവരിക. അല്ലാതെ ഇപ്പോൾ നടക്കുന്നത് വളരെ മോശപ്പെട്ട ആൾക്കാരെയൊക്കെ സ്റ്റാൻഡേർഡാക്കി വെക്കുന്നു. നല്ല ആൾക്കാർ അവിടുന്ന് ഒന്നുകിൽ പിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവിടെ നരകിച്ച് ജീവിക്കുന്നു. അതല്ല സംഭവിക്കേണ്ടത്. വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റി ഇവിടെ ആവശ്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ച് ഇൻഫർമേഷൻ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ കുറച്ച് നോളജ് എക്സ്ചേഞ്ചോ അല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പേഴ്സണാണ്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ ഒരു കുട്ടിയെ ടോട്ടലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ ലീഡർഷിപ്പുള്ള ടീച്ചേഴ്സ് ഈ രംഗത്തേക്ക് വരണം. സ്പോർട്സും ആർട്സും കൾച്ചറൽ ആക്ടിവിറ്റീസും ലീഡർഷിപ്പ് ആക്ടിവിറ്റീസും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരണം. നല്ല വാല്യൂസുള്ള നല്ല ഡിസിപ്ലിനുള്ള വളരെ നട്ടലുള്ള നിലപാടുള്ള അധ്യാപകർ ഉയർന്നു നിൽക്കണം. അവരായിരിക്കണം സമൂഹത്തിൻ്റെ ടോൾ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് പലരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം പകരം AI കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിന് മറ്റു മേഖലയിലൊക്കെയുള്ള പോലെയുള്ള റെക്കഗ്നീഷനൊക്കെ അധ്യാപനത്തിന് മതി എന്ന് തീരുമാനിച്ചാൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ പോകുന്ന നമ്മുടെ ഫ്യൂച്ചർ വളരെ നിലവാരം കുറഞ്ഞായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കുട്ടികളിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾക്ക് മാനസിക ആരോഗ്യം കുറയുന്നു, ശാരീരിക ആരോഗ്യം കുറയുന്നു, വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്. കുടുംബങ്ങളൊക്കെ അൺഫങ്ഷണലായിരിക്കുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പോലും പല കുട്ടികളും ഇമോഷണലി ഓർഫനാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ വരുന്നത് തന്നെ വളരെ ഒരു അരാജകത്വമുള്ള അല്ലെങ്കിൽ ഇൻസെക്യൂർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥയിൽ നിന്നാണ്. പണമുണ്ടെന്നേ ഉള്ളൂ, പലയിടത്തും അതുമില്ല. ഇപ്പോൾ നമ്മൾ രാജ്യത്ത് സ്കൂളുകളില്ല, സ്കൂളുകളിൽ തന്നെ അധ്യാപകരില്ല, അങ്ങനെയുള്ള ഒരു റൂറൽ ഇന്ത്യയും നമുക്കുണ്ട്. അതൊരു സൈഡിൽ. ഇനി ഇപ്പുറത്ത് ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്ന കേരളം പോലുള്ള സൊസൈറ്റിയിൽ പോലും വളരെ പ്രയാസകരമായ പല വിഷയങ്ങളുമായിട്ടാണ് കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്നത്. അവരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടായില്ലെങ്കിൽ രാജ്യത്ത് തളർന്നു വീഴുന്ന കുട്ടികൾ കൂടും, തെറ്റിപ്പോകുന്ന കുട്ടികൾ കൂടും, മാനസിക രോഗികൾ കൂടും, അക്രമികൾ കൂടും, എല്ലാ തരത്തിലുള്ള അരാജകത്വവും കൂടും. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ അരാജകത്വത്തിനും പരിഹാരം ക്ലാസ് മുറിക്കുള്ളിലുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അധ്യാപന
അധ്യാപന ദിനം ആചരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വെറും ഒരു ദിനം ആചരിച്ച് കളയുകയല്ല, അധ്യാപകരെ ഉയർത്തി നിർത്തി, അവരുടെ ഡിഗ്നിറ്റിയെ ഉയർത്തി നിർത്തി, അവരിലെ നല്ല സ്റ്റാൻഡേർഡ്സിനെ അടയാളപ്പെടുത്തി, മറ്റുള്ളവരെയും കൂടി അതിലേക്ക് എത്താൻ പറ്റാത്തവരെയും കൂടി നിരന്തരമായി പരിശീലിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും അതിലേക്ക് കൊണ്ടുവന്ന് ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അധ്യാപന പ്രവൃത്തിയിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഗുരുക്കന്മാരായി ലോകത്ത് പലതരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് അധ്യാപനമെന്ന ഗുരു എന്ന ഒരു പ്രവർത്തനം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതിനെ ആശ്രയിച്ചാണ് മറ്റെല്ലാം ലോകത്ത് നിലനിൽക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു.